കാലത്തും അംഗീകരിക്കരുത് നീ ഒന്നും. ഇത് കണ്ടോ, സെറ്റിങ്സ് ഡിഫിക്കൽറ്റി. പ്രോയിലാണ് ഞാൻ ഓടിച്ചേ. ഈ അൺബീറ്റബിളോടെ ഉള്ളു നമുക്ക്. എന്താണ് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണേ? അളിയാ വാ, നമുക്ക് കളിക്കാൻ. അറിയാ വാ ആളിയാ, അയ്യോ വാളിയാ. ഒറ്റയ്ക്ക് ദുരന്തത്തിലിരിക്കായിരുന്നല്ലേ? എന്തിന് ബോസം? ഞാൻ നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുക. ഈ ബോസൺ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാണ്? അൺബീറ്റബിൾ ഇടല്ലേ? അൺബീറ്റബിൾ ഇട്ട നമുക്ക് അൺബീറ്റബിൾ ഒരു റേസ് കളിച്ച് നോക്കിയാലോ? അളിയാ നീ അത് കുത്തി ഓണാക്കി പോയാ ഞാനൊരു ഇത് കളിച്ചോട്ടെ. എടാ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെടാ. അല്ലല്ല ഞാൻ ഇവരുടെ അടുത്ത് ഗൈസ്, എനിക്ക് തോന്നുന്നു ഈ ഇൻ ഗെയിമിനകത്ത് ഈ റേസിന് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു ഡിഫിക്കൽറ്റി. ഈ ഇങ്ങനെ നമ്മൾ ക്രിയേറ്റീവ് ഹബ്ബിൽ കയറി ഇടുന്നതിന് ഡിഫിക്കൽറ്റി നോർമൽ ആണെന്നാണ് തോന്നുന്നത്. പ്രോയിൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല ഗൈസ്, സത്യമായിട്ട്. ഞാൻ പ്രോ ഡ്രൈവേഴ്സ് എന്താ നിങ്ങൾ കാണിച്ചു തരാം. എന്താ ഈ റേസ് നോക്കിയോ, ഇത് ചെറിയ റേസാ. ഈ റേസ് നോക്കിയോ നിങ്ങൾ. പ്രോ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കിക്കോണേ നിങ്ങൾ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും പ്രോ ഡ്രൈവർമാർ അവരെന്തെങ്ങനെയാണ് ഓടിക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു അതിൽ ഡിഫിക്കൽറ്റി നോർമലാ. റോഡിലുള്ള ഡിഫിക്കൽട്ടി വേറെയാണ്, ഡിഫറെന്റ് ആണ്. അതാണോടാ, ഡിഫറെന്റ് ആണെന്ന് തോന്നുടാ അളിയാ. റോഡിലെ ഡിഫറെന്റ് ഡിഫിക്കൽറ്റി സെറ്റിംഗ്സ് പ്രോ നോക്കട്ടെ. ഇതിൽ നോക്കട്ടെ. ഇതിൽ ഇവന്മാരെ തോപ്പിക്കാൻ പറ്റൂല ഗൈസ്. ഇവന്മാരെ ഞാൻ കാണിച്ചു തരാം. നോക്കിയാ നമ്മൾ എവിടെയാണെന്നുള്ളൊരു ബോധ്യം മനസ്സിലാവും. നോക്കിയോ നിങ്ങൾ. ഒരു ചെറിയ മിസ്റ്റേക്ക് കാണിക്കാനുള്ള സമയമില്ല നമുക്ക്. എന്താ 12ാമതായി നമ്മൾ ഓൾറെഡി. ഇവന്മാരെ പിടിക്കാൻ പോലും പറ്റൂലടാ. ഞാൻ ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇവന്മാരെ തോപ്പിച്ചാലോ? ഇത്ര നേരം ഞാൻ നിങ്ങളെ ഒന്ന് കളിയാക്കിയതാ. ഇനി തീ വരാൻ പോണേ. അളിയാ നോക്കിക്കോ. ഞാൻ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഓടിക്കാൻ പോണേ. അത് ആടിച്ചണ്ണായി മാർക്കണല്ലേ. അളിയാ
എത്രയൊക്കെ ആയി. തൊടാൻ പോലും പറ്റൂലളിയാ. ആരെ ചന്ദ്രനെ അല്ല ഈ ബോട്ടുകളെ പ്രോ ഈ കാറിന് സ്പീഡ് ഇല്ലാത്തതുകൊണ്ടാണോ അത് എന്റെ മൂഞ്ചി ഡ്രൈവിംഗ് ആയതുകൊണ്ടാണോ? എന്താണ് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഒരു വാല്യുവേഷൻ? എന്താ ഇവര് ഇത്ര മാറി നിൽക്കുന്ന വിവേകിനുണ്ടോ അവര്? മൂഞ്ചി ഡ്രൈവിംഗ് ആണ്. കാർ സ്പീഡില്ല ആണോ? ഉറപ്പാണോ? അമ്മാരെ പിടിക്കാൻ പോലും പറ്റുള്ളൂ. നോക്ക് ചന്ദ്ര വന്നോ? അടുത്ത ആളെ 2 പയ്യന്മാരോടുണ്ട്. വാ 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 ഞാനും അതെ ഒരു സെക്കൻഡ്. ഞാനേ അവസ്ഥയാണ് എന്റെ ഇറ്റാച്ചിയുടെ റോഡിലുള്ള ആ വരയുണ്ടല്ലോ, അത് ഏതായിരുന്നു? ഞാനത് അങ്ങ് ഒരു ആവേശത്തില് ഒരാഴ്ച മുന്നേ ഓഫ് ആക്കിയായിരുന്നു. ആണല്ലേ? സൂപ്പറാ. എനിക്ക് പറഞ്ഞൂടാ കേട്ടാ. ചാറ്റ് ചോദിച്ചേക്ക്. ഏത് ഓഫ് ആക്കാനാ? എടാ മറ്റേ റോഡിലുള്ള വരയില്ലേ, വര ഓഫ് കിട്ടോ? അത് ഓഫ് ആയിട്ട് ഓടിക്കാൻ നല്ലതാണ്. ആണോ? അടുത്തൊരു തേണുണ്ടെന്ന് പെട്ടെന്ന് അറിയുന്നത്. സത്യം ആ ടേൺ എനിക്ക് മനസ്സിലാവുന്നില്ലേ. പുതിയ റേസ് ഒന്നുമില്ല. ആ ദേ ഇവിടെ റേസ് ഉണ്ട്. ദേ ഓഫ് റോഡ്. അല്ലേ നീ വന്നോ? ഞാൻ വന്നേ, ഞാൻ സെറ്റിംഗ്സ് ലൈൻ അസിസ്റ്റ് അതെന്തോ ആണെന്ന് തോന്നുന്നു. നോക്കിയേ പ്രോ റേസിൽ ഇന്ന് ഞാൻ ലൈവ് നിർത്തുന്നുണ്ടെങ്കിൽ പ്രോയിലിട്ട് ഒരു റേസെങ്കിലും ഞാൻ ജയിക്കും. ഒരു റേസെങ്കിലും. എന്നിട്ടേ ലൈവ് നിർത്തുള്ളൂ. റേസ് ലൈനാ? അങ്ങനത്തെ സെറ്റിംഗ്സ് ഇല്ലല്ലോ. അത് ഏതിന്റെ അകത്ത് കിടക്കുന്നേ? ഉണ്ടാക്കി പറയുന്നടാ റേസ് ലൈനെന്ന്. ഇപ്പൊ ലൈവ് എൻഡ് ചെയ്യണില്ലേ? അതാ എടാ നിന്റെയൊക്കെ ഈ അഹങ്കാരം ഞാൻ മാറ്റൂടാ. നിന്നെയൊക്കെ നല്ലത് കണ്ട അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് ഞാൻ കൊണ്ടുവരും. ആരേലും ചത്താ പാട്ട് ഡ്രൈവിംഗ് ലൈൻ റേസ് ലൈൻ എന്നൊക്കെ പ്രോയിലാണ്. പ്രോ നമ്മുടെ കൂടെ കളിക്കുന്നവരുടെ പേരാണോ ഈ ബോട്ടിൽ കില്ലു? അതാ അത് കൊള്ളാം. കോച്ചിനെയൊക്കെ അടിച്ച് കണത്തി. കളിക്കാം. ഈ ഒറ്റ റേസ് പെട്ടെന്ന് തീരും. അണ്ണാ ഇതിപ്പം ബോട്ടും നമ്മളും കൂടെ കളിക്കാൻ പറ്റുമോ? പിന്നെ അതല്ല ഇപ്പൊ ചന്ദ്രനും വാസവണ്ണനും പിന്നെ ഈ ബോട്ടും അങ്ങനെ കളിക്കാൻ പറ്റും. ജയിക്കാൻ പറ്റൂല. പോണുണ്ടോ ഇവനൊക്കെ? ഇവന്റെയൊക്കെ വണ്ടിക്ക് എന്തൊരു സ്പീഡാടാ. ഇവിടെ എന്റെ വണ്ടിയുടെ ആണോടാ? ഞാൻ ഇവന്മാരുടെ കൂടെ തന്നെ മിസ്റ്റേക്ക് കാണിക്കാതെ പിടിക്കുമല്ലേ? സ്ട്രേറ്റ് റോഡിൽ എനിക്ക് ടോപ്പിന്റെ പിടിച്ചിട്ട് ഇവന്മാരെ പിടിക്കാൻ പറ്റണല്ലോ. കണ്ട കില്ലും ഒക്കെ കേറി പോണു. നോക്ക് ബോട്ടിന്റെ പേരിൽ പോലും ഞാൻ വന്നിട്ടല്ലോ. വരാറുണ്ട്. ആണോ? എങ്ങനെ ഉണ്ടെണ്ണ എന്റെ കളി അതിനകത്ത്? അങ്ങനെങ്കിലും റിയാലിറ്റി. ചന്ദ്രനും 8-ന് മോള് കേറാൻ പറ്റില്ല. ഗിയർ ഷിഫ്റ്റിംഗ് മിസ്റ്റേക്ക് ആണോ? ആണെങ്കിൽ എനിക്ക് പറഞ്ഞോ, നിങ്ങൾ അങ്ങനെ പറഞ്ഞോ. അല്ല നിങ്ങൾക്ക് അങ്ങനെ വണ്ടിയുടേതാണെങ്കിൽ ഞാൻ ബെറ്ററാന്ന് ഞാൻ പറയുമല്ല. ഞാനത്
എന്ന് പറയുന്നത് എന്താ വായിക്കറിയാ 11ാമത് എത്തിയ കളിയാ. ഇവന്മാരെ ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല കളിയാ. നന്ദി 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 നന്ദി. കളിയാ 8ാമതോ? കഴിഞ്ഞ വാ. ഇനിയിപ്പോ ആകെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാ ഡ്രീമറിനെ നിങ്ങളൊരു കളി കളിക്കുക. എന്റെ ഇത് സെറ്റാക്കാൻ ഒരു 10 മിനിറ്റ് എടുക്കും. ഓക്കെ. ഗുഡ് ട്രൈ. ഗുഡ് ട്രൈ അല്ല, റോബോട്ടിൽ ഇത് ഗുഡ് ട്രൈ അല്ല. റോബോട്ടാണോ മാക്സ്? അല്ലല്ല, അതിന്റെ പോലെ അൺബീറ്റബിൾ ഉണ്ട്. അതിന്റെ പേരെന്തോ നീ എന്റെ ഫ്രണ്ട് അല്ല. സ്ലോട്ട് ഉണ്ടോ? ഇത് ഫ്രൈഡേ അയച്ച ചാറ്റാണല്ലോ. പറ. അയ്യാ നീ എക്സ്ബോക്സിൽ എന്റെ ഫ്രണ്ട് അല്ല. അല്ല, ഫ്രണ്ട് ആക്കാം. പറ. മ്യൂസിക്കിൽ സൗണ്ട് വിട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. വേണ്ടി അളിയാ, എന്റെ പേരെന്താ കളിയാ? MRC ഈഗിൾ കളിയാ. പറഞ്ഞെന്തിന്? MRC ഈഗിൾ, MRC സ്പേസ് ഈഗിൾ. #5956. ഇപ്പത്തെ അവസ്ഥ വെളി പറയല്ലേ. ഇപ്പോഴത്തെ അവസ്ഥ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി നേരെ കൊണ്ടിരുത്തും. ഹാഷ് 5956. അയച്ചോ? അയച്ചു. വന്നാ? വന്നു. 12 യൂറോപ്പ് വന്നാ? Within the crew, dedication to the fans is coming to you. Saga. Invite to game. അടിയാ വാ. സ്ട്രൈറ്റ് റോഡ് റേസ് ചെയ്താലാ? സ്ട്രൈറ്റ് റോഡില് എടാ, നിന്നെ കൊണ്ടൊന്നും പറ്റൂല അടിയാ സ്ട്രൈറ്റ് റോഡിൽ റേസ് വെക്കാനൊന്നും. നീ ഇവിടെ വാ, സ്ട്രൈറ്റ് റോഡിൽ വാ. ഞാൻ നീ എന്നെ ഫാസ്റ്റ്. അത് നമ്മൾ ഒരേ വണ്ടി എടുത്തില്ലേ, അതൊന്നും നടക്കൂലടാ. ഏതുണ്ട് ഇതിന്റെ? അടിയാ നീ, ഞാൻ ഇതിനകത്തൊരു റോബോട്ടിന്റെ കൂടെ ഒരു റേസ് ഇട്ട് നോക്കണ്ടേ? എന്നിട്ട് എന്നെ കൂടെ ഇൻവൈറ്റ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് കയറാൻ പറ്റും. അതാ പറഞ്ഞു, എന്നെ ഇൻവൈറ്റ് ചെയ്യും. PVP ആണേ? PVP അല്ല, കോപ്പ്. നമ്മള് നമ്മള് രണ്ടും ബോട്ട്. ബ്രോ, ഞങ്ങള് ചുമ്മാ കളിച്ചോണ്ടിരിക്കുക. നിങ്ങളൊക്കെ പ്രോ ഡ്രൈവർമാരാ. അളിയാ വാ 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 വാ. എന്താണ് ഗിയർ സെറ്റിംഗ് പെർഫെക്റ്റ് ആക്കിയാൽ ജയിക്കാം. ട്രൈ ചെയ്യാം. ഗ്രൈൻഡ് ചെയ്യാനാണ് ഞാൻ വന്നത്. നമുക്കെല്ലാം ഫിക്സ് ചെയ്യാം. കൂട്ടിയാൻ നീടണോ? കൂട്ടിയാണോ? ക്യാമറ വേണം. ഹലോ, ആരാ? അളിയാ ചന്ദ്ര, എനിക്ക് നിന്നോട് ഒറ്റ റിക്വസ്റ്റേ ഉള്ളു അളിയാ. ചേട്ടാ, 4 എത്തിയോ? അതന്നെ ബ്രോ. ഉണ്ടല്ലോ. അതെ ബ്രോ, അതന്നെ. ഏറ്റവും അവസാനത്തെ പുള്ളി മഞ്ഞ ബ്രോ. ഏറ്റവും അവസാനത്തെ ബിൽഡിംഗ് ബ്രോ. ഇറക്കറിയാമോ? ഏറ്റവും അവസാനം ലാസ്റ്റ് ബിൽഡിംഗ്.
ആ കണ്ടായിരുന്നു ഒരു മഞ്ഞ വെള്ളേ. ബ്രേക്കിംഗ് ഉണ്ടെന്നാ ആ ചെക്ക് പോയിന്റ് മിസ്സായില്ലായിരുന്നെങ്കിൽ പിടിച്ചാൽ കളഞ്ഞു. ആ ചെക്ക് പോയിന്റ് പോയാൽ എനിക്ക് പ്രശ്നമായത്, അല്ലെ അവന്മാരെ പിടിച്ചേനെ. ഡ്രീമർ എട്ടാമത് നൈസളിയാ. ഇതൊന്നും നമ്മുടെ പണമല്ല, ഇതിന്റെ ഒരു ചെറിയ വിഹിതം കമ്മീഷൻ. ഡ്രീമർ നീ ഇവിടെ ഉണ്ടാ? കൊറിയർ മേടിക്കാൻ പോടാ അവൻ. അവന്റെ ബോസ് അണ്ണന്റെ തൊട്ടടുത്താണ് ഓഫീസ് കൊണ്ട് താൻ എങ്ങോട്ട് കൊണ്ടുപോവാ? സാർ ഇത് തന്നെയാണ് എൻ്റെ ഓഫീസ്. ഒന്നും കൂടി റൈസ് തന്നോ? ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓഫീസിനോട് സാറ് പേടിക്കണ്ട, ഞാൻ തരുന്ന സ്റ്റീൽ ഇതുപോലെ ആയിരിക്കില്ല. അളിയാ എനിക്കൊരു ഇത് നിനക്ക് ഓർഡർ ഒന്നളിയാ. കമ്പ്യൂട്ടറാ ഏ കമ്പ്യൂട്ടറാ ഓർഡർ ഓർഡറാ എന്നാ ഞാൻ ഒരാഴ്ച പുതിയ പീസ് എടുക്കും. ആണാ? ഏതാ ഏതാ ഏത് വിഷയം? ഏതാ 50-70 അണ്ണാ റെഡ് ലൈൻ എത്തുമ്പോ തന്നെ ഷിഫ്റ്റ് ആക്കിയാൽ മതി അണ്ണാ. ട്രൈ ചെയ്യണം. അളിയാ ഒന്നുകൂടോ ഇത് റീസ്റ്റാർട്ട്. ഈ റൈസ് ഒന്നുകൂടെ ഇടണോ? ആ ഈ റൈസ് ഒന്നും അളിയാ നമുക്കിത് ഈസി ആയിട്ട് ജയിക്കാവുന്നേ ഉള്ളൂ അളിയാ. ഞാൻ സത്യമായിട്ട് അളിയാ പറയാം. ഒന്ന് ഒരു കുപ്പി നിന്റെ ഞാൻ ഇടുവാണ് ഇട്ട് അമ്മയ്ക്ക് ആകെയുള്ള പ്രതീക്ഷ നീയാണ്. അത് ഞാനായിട്ട് അളിയാ ഈ വട്ടം ഞാൻ ചെക്ക് പോയിന്റ് മിസ് ചെയ്തില്ല. റൈസ് മോട്ടിവേറ്റഡാ, ഭയങ്കര മോട്ടിവേറ്റഡാ. ഞാൻ അടിച്ചു കളയല്ലേ ഇനി. ഞാൻ PVP ആണ് ഇട്ടത്. PVP അല്ല സോഫ വേണ്ടേ. PVP ആണ് ഇട്ടാണോ? അപ്പൊ ഞാനും ചന്ദ്രനും മാത്രം. തോക്കറടി ആയിരിക്കാം. തോക്കറടി ആയിക്കോ ഇളെ ഇളെ. ഉജാലത്താനെ വിളിക്കണേ എന്നാ. ചന്ദ്ര റെക്കോർഡ് ചെയ്യല്ലേ ഇങ്ങനെ തോപ്പിക്കാൻ പറ്റാതെ. എന്നിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചോ, പിന്നെ ഇത് അവസരം കിട്ടിയെന്ന് അറിയത്തില്ല. ഇഷ്ടമാണ് ഇങ്ങനെ നേരെ പോകുന്നു. നാളോട്ട് കറങ്ങിയാളിയാ.
ബോസണ്ണൊക്കെ ഒരു 5 വട്ടം വീണാൽ പോലും അവനൊന്നും മുന്നിൽ കയറാൻ പോകണില്ല, മനസ്സിലായ? ഇത്രേ ഉള്ളു ബോസണ്ണനൊക്കെ, ഇത്രേ ഉള്ളു നിങ്ങളുടെ ബോസണ്ണനൊക്കെ. ഈ ബോസണ്ണന് വേണ്ടിയാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. ഞാൻ ഒരു 5 വട്ടം ഞാൻ പറഞ്ഞു വീണു, എന്നിട്ട് നിങ്ങളുടെ ബോസണ്ണൻ ബോസണ്ണൻ. എല്ലാവർക്കും വെൽക്കം ഗൈസ്. ഇത് തോൽപ്പിച്ചതല്ല, ഞങ്ങളുടെ ബോസണ്ണ ക്ലിപ്പിടത്. ക്ലിപ്പ് ചെയ്യാൻ പറഞ്ഞില്ല, ആരെങ്കിലും അയച്ചു കൊടുക്കണേ പാവത്തിന് ആരെങ്കിലും അയച്ചു കൊടുക്കണേ. ബോസണ്ണ ഗിയർ ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് ഇനി ഫിക്സ് ചെയ്യാനുള്ള ഒരു സാധനം, മനസ്സിലായോ? ആൻഡ് അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും ടേണിങ്ങും ആ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ കൈ അതിനകത്ത് വരണം, മനസ്സിലായോ? അതാണ് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്ങിലാണ് മൊത്തം കളി ഇരിക്കുന്നത്. ഞാൻ ഒരു ദിവസം ലൈവ് ഇട്ട് ഈ പ്രോബോട്ടുകളൊക്കെ പൊട്ടിക്കുന്ന ലെവലിൽ ലൈവ് ഇടും. എല്ലാം ഇതും ഡോമിനന്റ് ആയിട്ട് പ്രോബോട്ട്. ഇത് എഴുതി വെച്ചോ ഞാൻ ഇടും, അങ്ങനെ ഒരു ലൈവേ ഇടും. ഒന്നുകൂടെ ഇതിനാണ് അതെ, അത് മറക്കത്തില്ല. എന്തെങ്കിലേ ചെറിഞ്ഞനെ കുറച്ച് വെറുതെ ആവേശം അല്ലെങ്കിലേ നീ തോപ്പിച്ചോട്ടെ. അല്ലെ അടുത്ത റേസ് മനസ്സിലായേ? ബാലം വന്നോ? ബോട്ടിലൂടെ കളിക്കണോ നമ്മൾ രണ്ടുപേരും മാത്രം മതിയോ? ബോട്ടിൽ കൂടെ ഇട്ടോ. ഓക്കെ, നമുക്കൊരു റാലി പോയാലോ? റാലി പോ. നിന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നാലും നമ്മൾ ഏതാ ഇതല്ലേ കളിച്ചേ? ഇത് കളിക്കാം, അൾട്രാ ലോങ് ഡിസ്റ്റൻസ് റാലി. എങ്ങനത്തെ വണ്ടി വേണം അറിയാം നിനക്ക്? പറഞ്ഞേ, എങ്ങനത്തെ വണ്ടി വേണം? 4 ടയറുള്ള വണ്ടി വേണം. ബോത്തണ്ണം ഫാൻസിന് വേണ്ടിട്ട് ഇതൊക്കെ കഷ്ടം. ഇവനൊക്കെ വേണ്ടി ജയ് വിളിക്കാൻ നടക്കുന്ന കുറെ എണ്ണ. അതെ, ഇത് റാലിക്കാർ. ഇത് റാലിക്കാരനാണോ ഇത്? ആ ചേട്ടാ, ചേട്ടാ അറിയാത്ത പോലെ സംസാരിക്കില്ല. ലൈവാണ് ചേട്ടൻ, അറിയാലോ നല്ല പോലെ. അല്ലേ ഇങ്ങളെ? അല്ല ഇതിന്റെ അഡ്രനാലിൻ കളയുന്ന പാട്ടാ. അഡ്രനാലിൻ വരുന്ന ഒരു പാട്ടുണ്ട് എനിക്ക്. ഏത് പാട്ടാണ് ഇപ്പൊ നോക്കിയോ? ഈ പാട്ടിട്ട് ഞാൻ ഈ റേസ് തോക്കാനോ? തോറ്റ് തൊപ്പിട്ട് ഈ പാട്ടിട്ട് ഞാൻ ഈ റേസ് തോറ്റ കളിയാ. ആരംഭമേ. അതൊന്നും അല്ല, ഇത് കേട്ടോ, ഇത് അതിലും കിടല്ല സാധനം. എനിക്ക് കോർണേഴ്സ് എടുക്കുമ്പോ സൗണ്ട് കേൾക്കണോ? ഞാൻ വണ്ടി നീ ജയിച്ചിട്ടുണ്ടോ? ജയിക്കും ചേട്ടാ, ഇത് ഇതാണ് ആ കളി. ഞാൻ പകുതി മീശ ഓടിക്കല്ലോടാ ജയിച്ചാ. അത് റെക്കോർഡ് ചെയ്യണേ. നമ്മ ബ്ലൈഡും ഇതൊക്കെ വാങ്ങിച്ചിരുന്നോ? കാസ്റ്റർ ഉണ്ടെന്നോ? കാസ്റ്റർ ഒന്നുമില്ല. നമ്മുടെ വണ്ടിക്ക് പവർ കുറവാണോ? 528 ആണ്ടോ 576 ഒക്കെ ഉണ്ടോ അവന്റെ വണ്ടിക്ക്? ഒന്ന് മാറ്റി തരണാളിയാ. ഇവിടെ തന്നെ ഇടിക്കണളിയാ, കൈ വെച്ചില്ലയാ.
പോത്തിന്റെ കൈ വെച്ചാ ഈകളെ ഒന്നും ചെയ്യാനില്ലളിയാ. വണ്ടി നിർത്തി ഇറങ്ങി വാ. നീ ഇറങ്ങിട്ട് അടിച്ചിട്ട് വാ. ഒരു കള്ളനാളിയാ നീ. സെൽഫിഷ് ആയികളാ സെൽഫിഷ്. നീ തൊട്ട് പോയിലുണ്ടോ? പിന്നല്ലാണ്ട് നിന്നെ അടിച്ച് കളയൂല ഞാനിപ്പോ. അതൊക്കെ നിന്റെ വേറെ സ്വപ്നമാളിയാ. എന്നാ ഞാൻ എന്റെ സ്വപ്നത്തിലോട്ട് എത്തി. ഒന്ന് മാറ്റി തന്ന വണ്ടി മാറ്റി തന്നാണ്. നീ നല്ല ദൂരത്ത് എനിക്ക് കാണാമല്ലോ പ്രാവശ്യം. ഹോർഡി ആക്കാവോ? താമരാശുള്ള ബസ് കണക്ക് ആടി വിളഞ്ഞൊക്കെ വരുന്നു. അല്ലെ ഹോളിഡേ ആക്കാവോ? ബോസാന്റെ ഹോളിഡേ ആക്കാവോ? അളിയാ ഈ റോഡിന് കണ്ടുപോളെ എനിക്ക്. നീ FPP ആണോ? FPV. ഇവന് നിനക്ക് എത്ര ഒരു ആട്ടം. അവര് പറഞ്ഞ ആടി ആടി അളിയാ ബോസന്റെ ഒതുക്കി തറേ. അളിയാ ബോസന്റെ ഒതുക്കി തറേ വണ്ടി. നമ്മളാ വോട്ടറാ പോയി. അയ്യോ അളിയാ വണ്ടി എന്ത് കൊടുത്തളിയാ. അളിയാ ക്യാമറ ഓണാക്കിയടാ. എന്ത് ക്യാമറ ഓണാക്കാനായിട്ടോ? എന്ത് വെച്ച് ചേട്ടാ ഇവരൊന്ന് അടിച്ച് കളഞ്ഞോട്ടെ. ജോക്കണോണ്ടോ കളിക്കാൻ? ഈ വണ്ടി ഡ്രിഫ്റ്റ് ആവില്ല. അതിനുള്ള പവർ അല്ലേ ഇത്. ബോസ് എന്നാ 10% ആയുള്ളൂട്ടാ നല്ല വെൻഡ്രത്. ഓ കള്ളൻ ഫുള്ള് ഷോർട്ട് കട്ട്. ഇത് പ്രോ ആണോടാ ഇത് ബോട്ട്? അല്ല ചേട്ടാ ഇതില് പ്രോ വരത്തില്ല ചേട്ടാ. ഇതിലൊരു ആവറേജ് ഡിഫിക്കൽറ്റി ഉള്ളൂ. അല്ലാതെ മാപ്പിനകത്ത് കാണുന്ന എക്സ്പ്ലോർ ചെയ്താൽ പ്രോ ബോട്ട് വരും. അളി ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് ഇടീകളെ. കീബോർഡാ പുറകില് വിട്ടടിച്ച് വരുന്നുണ്ട് ചേട്ടാ. ഞാൻ നിനക്ക് എത്ര ഇളക്കം. അതെ ഞാൻ അങ്ങനെയാ വണ്ടി ഓടിക്കുന്നത്. ഇളകി ബോട്ടൊന്നും ഇല്ല പുറകില് നമ്മുടെ. വണ്ടി ഒന്ന് മാറ. ആളെ വണ്ടി പറയൂളെ. തെന്നെ 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 നോക്കിപ്പോ.
അയ്യോ അല്ലെ ഷോർട്ടാണ് ഈ ഷോർട്ട് എടുക്കണ അല്ലെ ഷോർട്ട് എടുക്കണ തോന്നി അതെ ചെക്ക് പോയിന്റ് മിസ്സായതോട് ഇവിടെ ഒന്ന് പോലെ ആളുകൾ ഒന്നും ഇല്ല ഇപ്പോഴാണ് ഇങ്ങളെ നല്ല എനിക്ക് മിനി മാപ്പ് നോക്കാം കണ്ട എനിക്ക് മനസ്സിലാവും മിനി മാപ്പ് നോക്കി ഇതിനെ പോലെ പൊട്ടല്ലേ നിങ്ങളെ ചെറുതായിട്ട് മിസ്സായപ്പോൾ തോന്നി എനിക്ക് പക്ഷെ ആയില്ല ഭാഗ്യം ഇളെ കണ്ടെത്തി ഇറങ്ങല്ലേ ഇടിച്ചു നിൽക്കും വേണ്ടത്തെ പണി ചെയ്യല്ലേ ഇങ്ങളെ ഇതാണ് ചാടി വൈകി നീ എങ്ങനെയാണ് ഇങ്ങനെ കൂടെ പിടിക്കുന്നേ കൂടെ പിടിക്കുന്ന പറഞ്ഞാൽ ഞാൻ എന്റെ കാലിൽ ആക്സിഡന്റ് ഇരിക്കണേ മറത്തറേ മോശം പോട്ടെ മാറിയാളന്ന് അവന്റെ കളി അളെ ഷോർട്ട് കിട്ടാ ഈസിയാ അല്ല ഈ കാടിനകത്തോട് കയറി കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഈസി ചെക്ക് പോയിന്റ് ഉണ്ട് നിങ്ങളെ കാടി കയറിക്കോ അയ്യോ ഇവിടുന്ന് ചെക്ക് പോയിന്റിലല്ലേ നേരെ അങ്ങ് പോയാൽ മതിയായിരുന്നു ഇത് കീബോർഡ് ചന്ദ്രൻ കീബോർഡ് കറക്റ്റ് കീബോർഡ് കണ്ടാ അറിയാം ഫേസ് ക്യാം ഒന്നാണാക്കി ചന്ദ്ര വേഗം ഒന്ന് ഫേസ് ക്യാം ഇവിടെ ഫേസ് ക്യാം ഓണാക്കിട്ട് ഷോർട്ട് കട്ട് എടുത്ത് പറഞ്ഞാട്ടെ ഇവിടെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല എവിടാവേ പണ്ടിത് പോവാല്ലേ കൊണ്ടുപോകാ കാണിക്കില്ല
ഈ തെണ്ടിയുടെ കൺട്രോൾ ചെയ്ത് പോണേ. അതെ, ലക്ഷ്യമാണ് പ്രകൃതാരം, മാർഗമല്ല. ഇപ്പൊ ഒരു മാർഗം കാണിച്ചു തരാം, ഞമ്മളെ വെയിറ്റ് ചെയ്യേ. അയ്യോ അതെ ഇതിനകത്ത് ഇത് ചെക്ക് പോയിന്റ് ഇതിനകത്ത്. ഒന്ന് വെയിറ്റ് ചെയ്യാ. നീ മൂഞ്ചറാണാ നീ. ഒരുമിച്ച് വാ, ഒരുമിച്ച് വാ. ഒരുമിച്ച് വാ. പോണാ പറ്റി. ഒരുമിച്ച് വാ. ഒരു താല്പര്യമില്ല. എന്താ വിറയ്ക്കുന്നേ? കൊടയോടി പോലെ ഒരുമിച്ച് ഇല്ല, നീ നമുക്ക് റൈറ്റ് കോമ്പറ്റീഷൻ പറ്റി നിർത്താം. ജില്ലയിൽ കളിക്കാം, സംസാരിച്ച് ഒരുമിച്ച് ഒരുമിച്ച് ജില്ലയിൽ കളിക്കാം. പറഞ്ഞേക്കോ അതെ, നിങ്ങളെ ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റിയട്ടാ ഇതളിയാ. അതെ, ഇവിടെ ലെഫ്റ്റ്. അത് ഇതിൽ നമ്മൾ കോപ്പല്ലിട്ടത്, ബോട്ടില്ലേ? ബോട്ടുണ്ട് പുറകില്. നമ്മൾ കുറച്ച് കിടലോട്ട് ഓടിക്കുന്നുണ്ടേ. നമുക്കൊരു ഇതിൽ നശിച്ചു പോകണം നീയൊക്കെ. എന്നെ വന്ന് ഇടിച്ച് ഞാൻ ഒരു ഡെക്കേഡ് പുറകിലാണ്. ആണോ? ഫോട്ടോ എടാ, ഓഫ് റോഡ് കയറിയാൽ നിനക്ക് എന്നെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നീ ഇനി അടുത്താണെങ്കിൽ പോലും. അടുത്താണ് ഞാൻ ഉണ്ടായിരുന്നോ? ഞാൻ കയറി തട്ടകം, ഇതെന്റെ തട്ടകം. ശരിക്കും പറഞ്ഞാൽ റെഡ് ആവുന്നതിന് മുമ്പ് ചെയ്യണം. വോട്ടേജ് വരട്ടെ. മലയാളി മോനെ, ചന്ദ്ര നിന്നെ പിടിക്കൂടാ. Take the car. ഒരു സില്ലി മിസ്റ്റേക്ക് കാണിച്ചാ മതി, പുല്ല്.
ടാറ്റാ. അവസാനം ഞാനൊരു ചെറിയൊരു പൈസ കയറി തരാം. വാപ്പയാണ്. അളിയാ വണ്ടി മറിഞ്ഞാളിയാ. എടാ തലകുത്തനെ പറഞ്ഞളിയാ വണ്ടി. കഴിയായിരുന്നു അത് കഴിയായിരുന്നു. ആ അയ്യോ എന്റെ ചാറ്റ് വരുന്നില്ല. ചാറ്റ് എടുക്കാൻ പോയി മൂഞ്ച് ചെയ്യാൻ തോന്നുന്നു. അതെ ഞാൻ ചാറ്റ് എടുക്കാൻ പോയി മൂഞ്ച് കാണാം. നീ കേരള ഇല്ല കേറത്തില്ലളിയാ. നീ എന്തോട് ചെയ്തോ? ഞാൻ ഇന്നേരാ. ഓക്കെ താങ്ക് യു പൂക്കളെ അതിൽ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് അയ്യോ ഇവിടെയാണ് ഐ സോങ് ഷൂട്ട് ചെയ്തത്. അറിയാം അതിലെ മറ്റേ പൂക്കളെ. എന്നാ നീ ഇറങ്ങി നിന്റെ പാട്ട് കേട്ടോ. ഞാൻ പാടിക്കൊണ്ടിരിക്കുവോ? നീ വാ. അവൾ വന്ന് വിട്ടാൽ என்றால் இந்த கடவுள் என்றால் இந்த கடவுள் திகழவதானா என்றால் இந்த கடவுள் இந்த கடவுள் അയ്യോ എന്നെ തീർക്കും അയ്യനൊടുക്കും. അയ്യന്റെ ഉടുക്കുന്നാ. എടാ ഇവിടെ മോട്ടിവേഷൻ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന റൊമാൻറ്റിക് ആക്കല്ലേ അറിയാം എന്നെ. ബ്രോ തൊട്ട് പുറകിൽ എത്തിയോ ബ്രോ? ഇവിടെ ആരാടാ റൊമാൻസ് പറഞ്ഞു ഇവിടെ? വഴിമാറിപ്പോയി അളിയാ. നേരെ ചന്ദ്ര നേരെ ടച്ച് ചെയ്യിക്കണം. നേരെ നീ ഷോർട്ട് കയറി വരുന്നവൻ. ഞാൻ കണ്ണിട്ട് 2 കണ്ണാലേ കണ്ടേ. നീ എന്നാൽ ഈ ബോട്ടുകൾ എങ്ങനെ തോപ്പിച്ചാളിയാ? അവന്മാര് നമ്മളോട് ഇല്ല കളിയാ. കവിതയുടെ ഞാൻ മൂന്നാറൊക്കെ ബേക്കടി. അതെ ഞാൻ സത്യമായിട്ട് മൂന്നാറൊക്കെ. ഇത് മൂന്നാർ ഗ്യാപ്പ് റോഡ് ആയിട്ടുള്ള വഴി.
ബോസണ്ണ വഴി മാറിയോടിയാ അതെയോ തിരിച്ച് വഴി തിരിച്ച് കാട്ടി കയറുന്ന വഴി മാറി. അത് ബുദ്ധിയില്ലാത്ത ബോസണ്ണ. അത് ഇടിച്ചു പൊട്ടിക്കുന്നതല്ലത്. എല്ലായിടത്തും എനിക്ക് ഗ്യാപ്പ് കയറ്റാന്ന് വിചാരിക്കല്ലേ. ഗ്യാപ്പ് റോഡ് നേടുമ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ടെന്നാ അളിയാ അതല്ല അളിയാ. എന്താ അറിയാ പിന്നെന്താ അറിയാ അതല്ല പുല്ലിടെ കയറിയപ്പോഴേ ഇത് കണ്ടില്ല, റോഡ് കണ്ടില്ല, റോഡ് മാറി. അയ്യോ പാവം, കഷ്ടം തോന്നറിയാ. നിങ്ങളുടെ ബോസുണ്ടെങ്കിൽ ഒരു കമ്പാക്ക് ഇല്ല. നിങ്ങൾ ഞാൻ ജയിക്കുന്ന കാണണം, വേറെ ഒന്നും ചെയ്യാനില്ല. നിങ്ങളുടെ ബോസുണ്ടെങ്കിൽ ഒരു കമ്പാക്ക് ഇല്ല. തുടക്കത്തുണ്ടായിരുന്നു, ഞാൻ കുറച്ച് വിട്ടു കൊടുത്തപ്പോഴാണ് ബോസിൻ്റെ കയറിയത്. തമാശക്കാലത്ത് എനിക്കൊരു കോമ്പറ്റീഷൻ ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ കുറച്ച് നേരം വിട്ടു കൊടുത്തത്, മനസ്സിലായോ? ഇനി നിന്റെ ബോസണ്ണൻ ഒരു കമ്പാക്ക് ഇല്ല. ഫുൾ ചീറ്റിങ്, ഒരു ചീറ്റിംഗ് ഇല്ല ബ്രോ. ചെക്ക് പോയിന്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. നമുക്ക് ബൈ റോഡ് തന്നെ പോകണം എന്നൊന്നുമില്ല. ചെറിയ ചെറിയ കട്ടുകളൊക്കെ നമ്മൾ ചെയ്യുന്നുള്ളൂ, അത് അവനും ചെയ്യുന്നുണ്ട്. പിന്നെ നിന്റെ ബോസണ്ണ ഒന്നും ചെയ്യാതിരിക്കുള്ളൂ. അവൻ എ ക്ലാസ് കളനാണ്. ഒരാളുടെ മതിൽ ജോലി വന്നതിനാണ് ഇപ്പോൾ അവൻ സൈഡിൽ ഇരിക്കുന്നത്. നോട്ട് ഫെയർ ആണ്. വേണ്ട, അവന്റെ പി ഒ വി കാണാതെ എനിക്ക് മിനി മാപ്പിൽ കാണാം അവൻ ഇതുവഴിയൊക്കെ കട്ട് ചെയ്താ വരുന്നതെന്ന്. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണതിനെ പറ്റി ആൾക്കാരുടെ പറയും നീ അങ്ങനെ കാണിച്ചോണ്ട് അപരാധം പറയുന്ന. അതെ എനിക്കൊരു 10 മിസ്റ്റേക്ക്, ഞാൻ ഒരു 10 മിസ്റ്റേക്ക് കാണിച്ചോട്ടെ അറിയാ. അതെ ഒരു മിനിറ്റ്, ഞാൻ മൂത്രം വെച്ചിട്ട് തരാം. നീ വിട്ടോട്ടോ, നീ മാക്സിമം വിട്ടോ, ഞാൻ മൂത്രം വയ്ക്കാൻ പോവാണേ. ഉറപ്പാണോ? ആ അതെ അതെ, നീ വിട്ടു വെക്കോ, നീ ചവിട്ടി നിർത്തണ്ട. ഞാൻ ഹായ് ഹലോ സ്ട്രീമിങ്ങിന്റെ ഇടയ്ക്കാ. ആ ഇപ്പൊ കഴിഞ്ഞ ഒരു 5 മിനിറ്റ് ഞാൻ വരുമ്പോ. ഓക്കെ ഓക്കെ. ആരാ ആരാ ഇല്ലല്ലേ ആരാ അളിയ എന്റെ ചെവിന്ന് ഊരിപ്പോയി. അളിയാ എന്റെ ചെവിക്കകത്ത് ഊരിപ്പോയി. ഇവിടെ ഇത് ചീറ്റിംഗ് ആണേ, ഇത് ചീറ്റിംഗ് ആണ് അളിയ. അളിയ ചീറ്റിംഗ് ആണേ. ഒരു മിനിറ്റ്, നിങ്ങളുടെ ബോസണ്ണനുള്ള ലെവൽ ഓഫ് അബ്യൂസ് ആണേ ഇത്, കണ്ടോണേ. ഇപ്പൊ അനക്കിയത് പെട്ടെന്ന്. അത് നിനക്ക് എന്റെ പി ഒ വിടെ കണ്ടാലേ നിനക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. അത് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ വേണം ഈ സെൽഫ് പ്രൊക്ലൈംഡ് പ്രോളെയൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ. ആയിരം ഇപ്പൊ മൂഞ്ചു വന്നോ ബ്രോ? അത് നിങ്ങളുടെ ബോസണ്ണനല്ലേ, അതെന്റെ ഓവർ കോൺഫിഡൻസ് അല്ല, മനസ്സിലായ? അതെന്റെ കോൺഫിഡൻസാ. ഞാനവിടെ വണ്ടി നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ബോസണ്ണൻ DNF ആയേനെ. ഒന്നിൽ പിണങ്ങി പോവല്ലേ പെണ്ണേ. ബോസണ്ണ തിരിഞ്ഞെത്തൂല. ബോസണ്ണ അവിടുത്തെ കുട്ടി മറിഞ്ഞില്ലേ? ഇല്ല, ബോസണ്ണ വണ്ടി മറിഞ്ഞ് രണ്ടായിട്ട് മറിഞ്ഞ് മനസ്സിലായില്ലേ? റിവേഴ്സ് എടുത്ത് വലിച്ച ക്യാമറ തട്ടിയിട്ടോ ഞാൻ. ഒരു മിനിറ്റ്, ക്യാമറ പോയോ? ഇല്ല, റിവേഴ്സ് എടുത്ത് ഫിനിഷ് ചെയ്യായിരുന്നു ഗൈസ്.
ഞാൻ പിന്നെ വേണ്ട, ഓൾറെഡി ബോസണ്ണം ഫാൻസ് കുറച്ചൊരു അസ്വസ്ഥരാണ്. മീൻസ് അവരെ ഞാൻ ഇങ്ങനെ ഒത്തിരി മറ്റേ ഇതാക്കുന്ന രീതിയിലായി പോകും. ഭയങ്കര വിഷമോ അവർക്ക്. ഈഗിൾ വോൺ ദ റേസ് ബട്ട് ബോസണ്ണൻ വോൺ അവർ ഹേർട്ടെന്നോ? അയ്യേ, എന്ത് അച്ചി പി ആർ ആടാ ഇതൊക്കെ ചന്ദ്ര. എന്താ ചന്ദ്രബോസ് പി ആർ ചന്ദ്രബോസ് പി ആർ. എന്ത് എന്ത് പി ആർ കളിയാ.